ചോദ്യങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങളിൽ ആരോട് ഞാൻ ആദ്യം ചോദിക്കണം? ശരൺ ഏറ്റെടുക്ക്. പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ പുരുഷന്മാർ വേണം എപ്പോഴും റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. തോറ്റിടും പിന്നെ പറയരുത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. പുരുഷന് ഇടപാടില്ല, ഞാനാണ് എൻ്റെ ഇടപാട് ഇപ്പം. ഓക്കെ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം മഹാബലിയുടെ 5ാമത്തെ അവതാരമാണ് വാമനൻ. തെറ്റ്. ചന്ദ്രനിൽ എത്തിയാൽ മനുഷ്യന്റെ ഉയരം കൂടും. വിനാഗിരിയും വിനീഗറും ഒന്നല്ല. ഒന്നാണ്. അത് കറക്റ്റ്. ശരിയാണ്. ശരി. ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ അവയവമാണ് കൃഷ്ണമണി. കറക്റ്റ്. ശരിയാണ്. ഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിനാണ്. തെറ്റാണ്. ഓക്കെ. ശരൺ എത്ര ശരി ഉത്തരങ്ങൾ പറഞ്ഞു, എത്ര തെറ്റുത്തരങ്ങൾ പറഞ്ഞു, അതിലേതൊക്കെയാണ് ശരിയെന്ന് ഇനി പുരുഷ പറഞ്ഞുതരും. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം മഹാബലിയുടെ 5ാമത്തെ അവതാരമാണ് വാമനൻ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളത് തെറ്റാണെന്ന് പറഞ്ഞു. ഉത്തരം തെറ്റാണ്. 10 ശരിയാണ്. എത്രാമത്തെ അവതാരമാണ്? പുരാണമായിട്ട് ഒരു ടച്ചേ ഇല്ല. ഇതിന് വെറുതെ പറഞ്ഞു. പക്ഷെ മഹാബലിയുടെ അവതാരമാണ് വാമനൻ അല്ലേ? ചവിട്ടി താക്കുന്നതൊക്കെ എന്തോ ചവിട്ടിയൊക്കെ താക്കത്തില്ലേ? ചവിട്ടിയിട്ട് താക്കുവോ? ബെസ്റ്റ് ആള്. എന്തോ ചവിട്ടി താക്കുന്നല്ലേ? ഇല്ല, തലയില് വെച്ചിട്ട് മഹാബലി ചവിട്ടി താക്കത്തില്ലേ? ഓണത്തിന്റെ കഥ എന്താണ്? മഹാബലി വാമനെ ചവിട്ടി താക്കോ, വാമന് മഹാബലി ചവിട്ടി താത്തോ? എനിക്ക് ഓണത്തിന് പുതിയ ഉടുപ്പിടുന്ന മാത്രമേ അല്ല, അങ്ങനെയല്ല പറയണമല്ലോ. മഹാബലി വാമനം ചവിട്ടി താത്തി. ശരിക്കും എത്രാമത്തെ അവതാരമാണ് മഹാബലിയുടെ? എത്രാമത്തെ അവതാരമാണ് വാമനൻ? എനിക്കറിയില്ല. ഒരു ഊഹം പറ. 2000. DJ ചേച്ചി പറയൂ, മഹാബലിയുടെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? 10ാമത്തെ അവതാരമാണ് വാമനൻ. ഓക്കെ. രമണി ചേച്ചി? 3ാമത്തെ അവതാരമാണ് വാമനൻ. ഓക്കെ. നമസ്കാരം. എനിക്കിതിൽ കൂടുതൽ നമ്മള് മലയാളികളായിട്ട് മഹാബലിയുടെ അവതാരമാണ് വാമനൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് 3, 4, 2 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് അറിയത്തില്ല. ഒരാൾക്ക് ആരാണ്ട് ആരെയും ചവിട്ടി എനിക്ക് പുതിയ ഷർട്ട് കിട്ടും. അതേ ഉള്ളൂ വിഷയം. അടുത്ത ആൾക്ക് 10ാമത്തെ അവതാരം. രമണി ചേച്ചി ആണെങ്കിൽ 3ാമത്തെ അവതാരം. മഹാബലിയുടെ അവതാരം വാമനൻ. എന്തോ ഓർത്ത് എന്തിനാ ഇത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? കേരള സംസ്ഥാനത്ത് പുറത്തോട്ട് നടക്കേണ്ടവരല്ലേ? എന്തോ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണ്ട. ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ ഇതിനകത്ത് കഷ്ടം തന്നെ കേട്ടോ, സമ്മതിക്കണം. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വാമനൻ, മഹാബലിയുടെ അല്ല. 10ാമത്തെ അവതാരം കേട്ടോ. ഓണത്തിന് സദ്യ ഒരുക്കി പൂക്കളിട്ടിട്ട് ഇതും പറഞ്ഞോണ്ടിരുന്നേച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ചന്ദ്രനിൽ എത്തിയാൽ മനുഷ്യന്റെ ഉയരം കൂടും. ശരി എന്ന് താങ്കൾ പറഞ്ഞു. ആ ഉത്തരം ശരി തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഗ്രാവിറ്റി ഫോഴ്സ്. ഗ്രാവിറ്റി കുറവാണ്. നമുക്ക് 60 കിലോ ഉള്ള ഒരാള് ചന്ദ്രനിൽ പോയാല് ചന്ദ്രനിലോട്ടൊന്ന് പോയാലോ? പറന്നു കിടക്കത്തേ ഉള്ളു. പറന്ന് കിടക്കാനില്ല. ചന്ദ്രനിൽ ചെന്നാല് നമ്മൾ നിന്ന് കഴിഞ്ഞാല് ഗ്രാവിറ്റി കുറവാണ്. നമുക്ക് 6 തൂക്കേ ഉള്ളൂ. 60 കിലോ ഉള്ളവന് 10 കിലോ തൂക്കം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭൂമി നമ്മളെ താഴേക്ക് വലിക്കുന്നത് കുറവായതുകൊണ്ട് നട്ടല് ചെറുതായി എന്ന് വെച്ചാൽ പൊക്കം കൂടുമെന്ന് പറഞ്ഞാല് ഈ നന്ദിനെ പോലുള്ളവർ ചെന്ന് കഴിഞ്ഞിട്ട് ബാബുവാനിനെ പോലെ നടക്കും നിങ്ങൾ വിചാരിക്കരുത്. ഒരു തരി പൊക്കം ചന്ദ്രനിൽ ചെന്നാൽ മനുഷ്യന് കൂടും. തിരിച്ചു വരുമ്പോൾ അത് കുറയുകയും ചെയ്യും. പിന്നെ ഞാൻ ചോദിച്ചു, അവിടെയാണ് തൻ്റെ കൂടെ ഭാഗ്യം നിന്ന് കളഞ്ഞത്. ഞാനത് പറഞ്ഞത് വിനാഗിരിയും വിനീഗറും ഒന്നല്ല എന്ന് പറഞ്ഞു. നോക്കൂ, അപ്പോൾ നിങ്ങളത് ശരി എന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിടിയിട്ടോ? ഭാഗ്യം ശരിക്ക് തുണച്ചു. അത് തെറ്റായി പോയി. അങ്ങനെ ആ 0 മാർക്ക് കിട്ടി. പിന്നെ ഞാൻ ചോദിച്ചു, ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ അവയവമാണ് കൃഷ്ണമണി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ശരി എന്ന്. എന്നാൽ അത് ശരി തന്നെയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പം വലിയ കണ്ണായിട്ട് ഫീൽ ചെയ്യും. ഏത് കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്താലും നല്ല കണ്ണായിരിക്കും, നല്ല ഉണ്ട കണ്ണായിരിക്കും മിക്ക കുഞ്ഞുങ്ങൾക്ക്. കൃഷ്ണമണി നമ്മൾ ജനിച്ചപ്പോൾ എന്തളവിലായിരുന്നോ അതേ അളവിലാണ് നമുക്ക് എത്ര വയസ്സായാലും കൃഷ്ണമണി ഇരിക്കുന്നത്. അത് മാത്രം നമ്മൾ വളരുന്നതിനനുസരിച്ച് വളരൂല. തലച്ചോറൊക്കെ നമ്മൾ വളരുന്നതിനനുസരിച്ച് വളരും. വളരാത്തവരും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിനാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു അത് തെറ്റാണ്, ഉത്തരം തെറ്റാണ്. 10 മാർക്ക്. അപ്പൊ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആരാണ്?
ഐൻസ്റ്റീൻ. ഏ ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ അല്ലേ? അല്ലേ? അത് ശരിയാണ്. ഐൻസ്റ്റീൻ തെങ്ങിന്റെ ചോട്ടിൽ പശുവിനെ കെട്ടാൻ പോയപ്പോൾ തേങ്ങ തലയിൽ വീണു. അപ്പോൾ ഐൻസ്റ്റീൻ ആപ്പിളാ വീണത്, തേങ്ങയല്ല. യെസ് യെസ് യെസ്. ഇത് ആരാ ആപ്പിൾ മോളിൽ നിന്ന് പറിച്ചിട്ടെന്ന് അറിയാമോ? ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ മോളിൽ നിന്ന് ആപ്പിൾ പറിച്ച് താഴത്തേക്ക് ഇട്ടത്. ഞാനോർത്ത് മഹാബലിയെ പറ്റിയൊക്കെ അറിയില്ല, ചിലപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കും ഇതറിയാം നിങ്ങൾക്ക്. പെട്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേ എന്റെ ചേട്ടാ, എത്ര പെട്ടെന്ന് ചോദിച്ചാലും ഈ ചുറ്റിയ നിങ്ങളാണ് ലോ പഠിക്കുന്നത്, നിങ്ങൾക്കൊക്കെ കേസ് ഏൽപ്പിച്ചിട്ട് എങ്ങനെ പ്രതികള് സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറ. കുഴപ്പമില്ല കേട്ടോ, പഠിച്ച് നല്ലൊരു വക്കീലൊക്കെ ആവണം. പക്ഷെ ഐൻസ്റ്റീന്റെ കേസൊക്കെ വാദിക്കാൻ ഒരിക്കലും പോരുത്, മഹാബലിയുടെ കേസും കൈവിട്ടു പോകും. ഓക്കെ, അപ്പോൾ 40 മാർക്ക് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ലഭിച്ചു. അടുത്ത ശരിയോ തെറ്റോ ഞാൻ ചോദിക്കാൻ പോകുന്നത് രമണി ചേച്ചിയോടാണ്. രമണി ചേച്ചി റെഡി ആണല്ലോ? ഒച്ചത്തിൽ ശരി തെറ്റുന്നുള്ളതും അത്ര ഒച്ചത്തിൽ പറയണം, കേട്ടല്ലോ? ശ്രദ്ധിച്ചു കേൾക്കുക. രമണി ചേച്ചി, കുളച്ചൽ തുറമുഖം തിരുവനന്തപുരത്താണ്. തെറ്റ്. മഴവില്ലിൽ 7 നിറങ്ങളും തുല്യ അളവിലാവും. ശരി. ഇടുക്കി ഡാമിന് ഷട്ടറില്ല. തെറ്റ്. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന്റെ നിറം വെള്ളയായിരിക്കും. തെറ്റ്. ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ്. ശരി. ശരിയാണല്ലോ? എല്ലാം ശരിയാണ്. രമണി ചേച്ചി മനോഹരമായി മത്സരത്തിൽ പങ്കെടുത്തു. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാമോ? എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്? 3. അത് നോക്കാം, പുരുഷ് പറയും, അത് നമുക്ക് ശ്രദ്ധിക്കാം. രമണി ചേച്ചിയോട് ഞാൻ ആദ്യം ചോദിച്ചത് കുളച്ചൽ തുറമുഖം തിരുവനന്തപുരത്താണ് എന്നാണ്. ചേച്ചി അതിന് തെറ്റ് എന്ന് പറഞ്ഞു. ആ ഉത്തരം തെറ്റ് തന്നെയാണ്. കുളച്ചല് വിഴിഞ്ഞത്തിന് ഭീഷണിയാണ്, തമിഴ്നാട്ടിൽ വരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇനി മഴവില്ലിൽ 7 നിറങ്ങളും തുല്യ അളവിലാവും എന്ന് ഞാൻ രണ്ടാമത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് വളഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിന് നിർത്തുന്ന പോലെയാണ്. ഏറ്റവും താഴത്തെ കളറ് ചെറിയ കളറേ ഉള്ളൂ, അതിന്റെ മേളിൽ അതിൽ വലിയ റാ വന്നു, അതിൽ വലിയ റാ വന്നു, അങ്ങനെ ലാസ്റ്റ് ഇരിക്കുന്ന റാ മൂട്ടൻ റായാണ്. ചുമപ്പാണ് ലാസ്റ്റ് ഇരിക്കുന്നത്. താഴെ നിന്ന് മേളിലിട്ട് പോകുമ്പോൾ അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഇതിന്റെ വ്യത്യാസമുണ്ട്. അതും കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ചോദിച്ചു ഇടുക്കി ഡാമിന് ഷട്ടർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി തെറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ അത് ശരിയാണ്, ഷട്ടർ ഇല്ല. ഇടുക്കിയിൽ ഷട്ടർ തുറന്നു എന്ന് നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട്. കുളമാവിലും ചെറുതോണിയിലുമാണ് ഷട്ടർ. ഇടുക്കി ഡാം എന്ന് പറഞ്ഞത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ഒരു സീനി കാണിക്കുന്നുണ്ട്. അതായത് 2 മലകൾ, അതിനിടയിൽ കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒരൊറ്റ ഡാം കെട്ടിയിരിക്കുകയാണ്. ആ ഡാമിന് ഷട്ടർ ഇല്ല. അത് വേറെ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം, വളഞ്ഞു കെട്ടിയിരിക്കുന്ന ഡാം അല്ലേ? മഴവില്ലിനും വളവ്, ഡാമിനും വളവ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന്റെ നിറം വെള്ളയായിരിക്കും എന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അത് ചേച്ചി തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. അതിന് 10 മാർക്ക് ചേച്ചി കിട്ടി. പിന്നെ എന്ത് നിറമായിരിക്കും ആകാശത്തിന് അന്തരീക്ഷം ഇല്ലെങ്കിൽ? നീല നിറം. നീല അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാണുന്നത്. അന്തരീക്ഷം ഇല്ലെങ്കിൽ കറുപ്പാണ് ആകാശത്തിന്റെ കളർ, അനന്തമാണ് മേളിലേക്ക്, അതുകൊണ്ട് കറുപ്പ് വരും. പിന്നെ ഞാൻ ചോദിച്ചത് ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ് എന്നാണ്. അപ്പോൾ ചേച്ചി ശരിയെന്ന് പറഞ്ഞു. ആ ഉത്തരം ശരി തന്നെയാണ്. ഇനി അടുത്ത DJ ചേച്ചിയോടുള്ള ചോദ്യമാണ്. ശരിയോ തെറ്റോ റെഡിയായിരിക്കുക. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ചേച്ചി പറയുക. 1 കിലോ സ്വർണം 80 പവനാണ്. പെട്ടെന്ന് പറയണം. കഴിഞ്ഞു. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യം ഒന്നും രണ്ടാമത് ആവർത്തിക്കില്ല. രണ്ടാമത്തെ ചോദ്യം, കരടിയുടെ ഇഷ്ടഭക്ഷണമാണ് തേൻ. ശരി. എൻഡോസൾഫാൻ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വയനാട്ടിലാണ്. തെറ്റ്. പാലിന്റെ ഗുണനിലവാരം അളക്കാനുള്ളതാണ് ലാക്ടോമീറ്റർ. ശരി. വവ്വാലുകൾക്ക് നടക്കാനാവും. തെറ്റ്. പുരുഷ എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേക്കൂ. ആദ്യത്തെ ചോദ്യം, 1 കിലോ സ്വർണം 80 പവനാണ് എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി ഒന്നും പറഞ്ഞില്ല. കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയം കളഞ്ഞു. അതിനൊന്നും കിട്ടിയില്ല. 80 പവനാണ് എന്ന് പറയുന്നത് തെറ്റാണ്.
125 പവനാണ് 1 കിലോ സ്വർണം. പിന്നെ ഞാൻ ചോദിച്ചു കരടിയുടെ ഇഷ്ടഭക്ഷണം തേനാണ് എന്ന് പറഞ്ഞു. അത് ശരി. ചേച്ചി പറഞ്ഞു അത് ശരി തന്നെയാണ്, കരടി തേനാണ്. എൻഡോസൾഫാൻ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വയനാട്ടിലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഉത്തരം സങ്കടത്തോടെ മാത്രം ഓക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു പാലിന്റെ ഗുണനിലവാരം അളക്കാനുള്ളത് ലാക്ടോമീറ്റർ ആണ് എന്ന് പറഞ്ഞു. ചേച്ചി അത് ശരി എന്ന് പറഞ്ഞു. ഉത്തരം ശരി തന്നെയാണ്. അടുത്തത് വവ്വാലുകൾക്ക് നടക്കാനാവും എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി അത് തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക് ചേച്ചി കിട്ടിയിട്ടുണ്ട്. ശരിക്കും വവ്വാലിനെ നമ്മൾ ഇടയ്ക്ക് വണ്ടിയിലിരിച്ച് നിലത്തൊക്കെ വിടുമ്പോൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? വവ്വാലിൻ്റെ കാലിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ കാര്യം വവ്വാലിൻ്റെ കാല് റിവേഴ്സ് മടങ്ങിയാണ് ഇരിക്കുന്നത്. രണ്ട്, അതിന് കാലിന് തീരെ ബലമില്ല. തീരെ ബലമില്ലാത്തതുകൊണ്ട് അതിന് ബോഡി അതിൽ കുത്തി നിൽക്കാൻ പറ്റും. കാല് ചുമ്മാ വാല് പോലൊരു സാധനമാണ് ഇതിൻ്റെ കാല്. ഇത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയി വവ്വാൽ ഇങ്ങനെ ഷർട്ട് കൊടുത്ത പോലെ കൊളുത്തി അങ്ങ് ഇട്ടിട്ട് തൂങ്ങി കിടക്കുക ചെയ്യുന്നത്. അവിടുന്ന് കൈ അങ്ങ് വിട്ടിട്ട് അതങ്ങ് പറന്ന് പോകത്തേ ഉള്ളൂ വവ്വാല്. ഈ മറ്റു പക്ഷികൾ എപ്പോഴും പറക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നടന്ന് പറന്നു പോകാൻ പറ്റും. പക്ഷെ വവ്വാല് പക്ഷിയല്ല, സസ്തനിയാണ്. വവ്വാല് മറ്റു പക്ഷികളുടെ കൂട്ടത്തിൽ കെട്ടുന്ന ഒരു ജീവിയല്ല. ഒപ്പം വവ്വാലിൻ്റെ കാലിന് ബലക്കുറവാണ്. അതുകൊണ്ടാണ് ചില വവ്വാലുകൾ താഴെ വീണാൽ പിന്നെ തന്നെ പറന്നു പോകാൻ പറ്റൂല. മലന്നൊക്കെ വീണാൽ അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. വല്ല ചെറിയ ഇറക്കോ ഏറ്റവും കിട്ടിയാൽ മാത്രമേ വവ്വാലിന് പറന്നു പോകാൻ പറ്റുള്ളൂ. വവ്വാലുകളെ കുറിച്ച് കുറെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇംഗ്ലീഷിലെ വവ്വലുകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവ്വൽസ് ഏതൊക്കെയാണ്? എ ഒച്ചത്തിൽ പറയൂ. എ ഐ എ ഐ ഇ. അയ്യോ നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. ചേച്ചി ശരിക്കും ഇവിടെ വരേണ്ട ആളല്ല. ചേച്ചി അമേരിക്കയിലുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യേണ്ടതാണ്. നാസയിലൊക്കെ ജോലി ചെയ്യേണ്ട ആളാണ്. ബഹിരാകാശ പഠനം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പല്, അങ്ങനെ കുറേ ജോലികൾ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഈ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ചേച്ചിക്ക് 40 മാർക്കും കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്നും ഒരാളിപ്പോൾ നമ്മളെ വിട്ട് പോകേണ്ട സമയമാണ്. ശരണും ഡീജ വിയും 40 മാർക്കുകൾ വീതം നേടിയപ്പോൾ രമണി ചേച്ചി 30 മാർക്കാണ് ഈ റൗണ്ടിൽ നേടിയിട്ടുള്ളത്. രമണി ചേച്ചി നമ്മുടെ ഹോം മിനിസ്റ്ററിൽ നിന്നും താൽക്കാലികമായി പുറത്താകേണ്ട സമയമാണ്. രമണി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. രമണി ചേച്ചി സങ്കടമുണ്ടോ? കുറച്ച്. അത് മാനുഷികമായ ഒരു സങ്കടമാണ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ പോയില്ലല്ലോ, നമ്മൾ ഇത്ര നിന്നില്ലേ അല്ലേ? എന്താണ് രമണി ചേച്ചി പെട്ടെന്ന് ഇത്ര സീരിയസ് ആയത്? അതിപ്പോ ഔട്ടായെന്ന് എനിക്ക് അറിയാം. കാരണം ഫസ്റ്റിൽ മാർക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് അറിയാം. അതെ, പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മളെ ഏറ്റവും നന്ദി. അതെ, പക്ഷെ രമണി ചേച്ചിയുടെ മുഖത്ത് ചിരി മാഞ്ഞു. ഞാൻ ഇനിയും ചിരിക്കാലോ? ഒന്ന് ചിരിക്കൂ. അല്ല, എനിക്ക് ആ ചിരിയല്ല വേണ്ട. നേരത്തെ ഞാനൊന്ന് ചിരിക്കാൻ കഴിഞ്ഞപ്പോ അവിടെ നിന്ന് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കൊഞ്ഞനം കുത്തിയില്ല. കൊഞ്ഞനം കുത്തലല്ല, അത് സ്നേഹാധിക്യം കൊണ്ട് കാണിക്കുന്നതാണ് ചിലരൊക്കെ. ഒന്നുകൂടെ കാണിക്കൂ. ഒരു കപ്പ് കിട്ടുമായിരുന്നു, കുളിര് കോരി അങ്ങോട്ട് കളയായിരുന്നു. ഓക്കെ, നന്ദിനി രമണി ചേച്ചിക്കുള്ള സമ്മാനം എടുത്തോണ്ട് വരൂ.